കോഴിക്കോട് താമരശ്ശേരി ഷാബാസ് വധക്കേസിലെ കുറ്റാരോപിതരായവരടക്കം 6 വിദ്യാർത്ഥികളുടെ SSLC പരീക്ഷാഫലം തടഞ്ഞുവെച്ചു. ജുവനൈൽ ഹോമിലെ പ്രത്യേക പരീക്ഷാ കേന്ദ്രത്തിൽ വെച്ചായിരുന്നു വിദ്യാർത്ഥികൾ പരീക്ഷ എഴുതിയത്. ഷാബാസ് വധക്കേസിലെ കുറ്റാരോപിതരായവർക്ക് പുറമെ മലപ്പുറം താഴേക്കോട് സ്കൂളിൽ സംഘർഷത്തിൽ ഉൾപ്പെട്ടവരുടെ പരീക്ഷാഫലവും തടഞ്ഞു. വിദ്യാഭ്യാസ വകുപ്പ് അക്രമവാസനകൾ വെച്ചു പൊറുപ്പിക്കില്ല എന്നും കുട്ടികളെ 3 വർഷത്തേക്ക് ഡീബാർ ചെയ്തു എന്നും പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ S. ഷാനവാസ് പ്രതികരിച്ചു. ഒരേ സമയം തന്നെ പരമാവധി സൗകര്യങ്ങൾ നമ്മുടെ വിദ്യാർത്ഥികൾക്ക് പഠിക്കുന്നതിന് വേണ്ടി നാം നൽകുമ്പോഴും ഒരു കാരണവശാലും കലാലയങ്ങളിൽ ഒരു തരത്തിലുമുള്ള അന്തഃഛിദ്രങ്ങളോ അക്രമവാസനയോ വെച്ചു പൊറുപ്പിക്കുകയില്ല എന്നുള്ളതും നമ്മുടെ സർക്കാരിൻ്റെയും വകുപ്പിൻ്റെയും നിലപാടാണ്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് കഴിഞ്ഞ വർഷമുണ്ടായ ദാരുണമായൊരു സംഭവം. സഹപാഠികൾ നമ്മുടെ 9ാം ക്ലാസ്സിലുള്ള ഒരു കുട്ടിയെ ആ കുട്ടിയുടെ ദാരുണമായ മരണത്തിൽ കലാശിച്ച ഒരു സംഭവമുണ്ട്. അപ്പോൾ അത് സംബന്ധിച്ച് ആ കുട്ടികൾക്ക് അന്നത്തെ ബോർഡിൻ്റെ തീരുമാനമനുസരിച്ച് ജുവനൈൽ ബോർഡിൻ്റെ തീരുമാനമനുസരിച്ച് പരീക്ഷ എഴുതുവാൻ വേണ്ടി അനുവാദം കൊടുത്തുവെങ്കിലും അവർ ചെയ്ത അതീവ ഗൗരവമായ കുറ്റകൃത്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ അവ പരിഗണിച്ചുകൊണ്ട് ആ കുട്ടികളുടെ റിസൾട്ട് 3 വർഷത്തേക്ക് ആ കുട്ടികളെ ഡീബാർ ചെയ്യുവാൻ ബോർഡ് തീരുമാനിക്കുകയും അത് സർക്കാരിനെ അറിയിക്കുകയും അവരുടെ റിസൾട്ട് ഹോൾഡ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെയാണ് മലപ്പുറം ജില്ലയിൽ 2 വിഭാഗം കുട്ടികൾ തമ്മിലുണ്ടായ ഒരു അക്രമ സംഭവത്തിൽ കത്തിക്കുത്ത് ഉണ്ടാവുകയും ആ കുട്ടി ഗുരുതരമായ രീതിയിൽ ആശുപത്രിയിലാകുകയും ചെയ്ത സംഭവത്തിൽപ്പെട്ട വിദ്യാർത്ഥികളെയും ഉൾപ്പെടുത്തിക്കൊണ്ട് ഈ 2 വിഭാഗത്തിലും പെട്ട 6 കുട്ടികളുടെ ആ കുട്ടികളെ 3 വർഷത്തേക്ക് ഡീബാർ ചെയ്യുവാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്.